ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്ക കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഇതേ കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ ചൗണിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ചക്കച്ചുള മാത്രമായിട്ട് എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ചക്കയൊക്കെ വേവിച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ചക്കയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് 4-5 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ നമുക്ക് പകുതി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതിനെ ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സവാളയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. കുറച്ചധികം സവാള ഉള്ളത് കൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കണത്. കണ്ടോ, ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മളിൽ കൂടുതൽ പേരും പച്ചച്ചക്ക കൊണ്ട് പുഴുക്കും അതുപോലെ ചക്ക വറക്കുകയൊക്കെ അല്ലേ ചെയ്യാറുള്ളത്. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇനി ഈ വറുത്തെടുത്ത സവാളയും നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ചോറ് തയ്യാറാക്കാനായിട്ട് 6 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബിരിയാണി ഇലയും തക്കോലവും കണ്ടോ, ഈ ഒരു വലുപ്പത്തിലുള്ള 2 കറുവപ്പട്ടയും 2 ഗ്രാമ്പും 2 ഏലക്കയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ 30 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 1 കപ്പ് ബിരിയാണി അരിയാണ് ചേർക്കണത്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അരിയൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടേണ്ട, ഏകദേശം 90% ആയാൽ മതിയേ. കണ്ടോ, ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ചോറും നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ സവാളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അതിൽ നിന്ന് ബാക്കിയുള്ള കുറച്ച് എണ്ണയാണ് ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചക്കയില്ലേ, അതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കുകയും കൂടെ ചെയ്യാം. നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ കൂടുതലായിട്ടും ഇതുപോലെ ചക്ക കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കുക. അവർ കുറച്ചും കൂടെ മൂപ്പ് കുറഞ്ഞിട്ടുള്ള ചക്കയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. അതുപോലെ കുരുവൊന്നും കളയില്ല. അങ്ങനെ തയ്യാറാക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയില്ലേ, അതിൽ നിന്ന് പകുതി എടുത്ത ശേഷം കൈവച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുത്തു, അതാണ് കേട്ടോ ചേർക്കണത്. ഇനി നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോണവരെ നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ നാരങ്ങ നീരും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കല്ലേ. നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചക്കയൊക്കെ ആകെ അടുക്കി പിടിച്ച് പോകും. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കണേ. നമുക്ക് ഇതുപോലെ അല്ല കേട്ടോ വേണ്ടേ, കുറച്ച് നനവോട് കൂടിയാണ് വേണ്ടേ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 10 മിനിറ്റൊക്കെ ആകണ സമയത്ത് നമ്മൾ ഈ ചേർത്തിട്ടുള്ള മസാലയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ചക്കയെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കണ്ടോ, ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോറില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചോറൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന സവാളയും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയുമാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പാലിൽ കലക്കി എടുത്തിട്ടുള്ള കുങ്കുമപ്പൂവ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നല്ലൊരു കളറ് കിട്ടാനായിട്ട് ചേർക്കണമെന്നേ ഉള്ളൂ.
ഇനി നമ്മൾ ഉള്ളിയൊക്കെ വറുത്തെടുത്തിട്ട് ബാക്കിയുണ്ടായിരുന്ന ഓയിലില്ലേ, അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വലിയൊരു സ്പൂൺ നെയ്യാണേ. നെയ്യുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണേലും കൂടുതൽ ചേർക്കാം കേട്ടോ. നല്ലപോലെ നെയ്യൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ബിരിയാണി തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ വീട്ടിൽ പഴയ ദോശത്തവയൊക്കെ ഉണ്ടാവില്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചിട്ട് 15 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ആദ്യത്തെ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ. നമ്മുടെ അടപ്പിലുള്ള ഈ ചെറിയ ഹോളില്ലേ, ഇതൊന്ന് മൂടി കൊടുക്കണേ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചക്ക ദം ബിരിയാണി. നമ്മൾ ചേർത്തിട്ടുള്ള മസാലയുടെ എല്ലാ ഫ്ലേവറും നമ്മുടെ ഈ ഒരു ചക്കയ്ക്കും കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ബിരിയാണിയിലെ ചക്ക കഴിക്കാൻ തന്നെ പ്രത്യേക രുചിയാണ് കേട്ടോ. ചക്കയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ നമ്മുടെ ഈ ഒരു ബിരിയാണിയും നല്ല ഇഷ്ടമാകും. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്